ഓരോ ഭരണകൂടങ്ങളും അത് ക്രിസ്ത്യാനിറ്റി ആയാലും അല്ലെങ്കിൽ മുസ്ലിംസ് ആയാലും ഇവിടെ കേരളത്തിലായാലും കൊല്ലവർഷം നമുക്കൊരു രീതിയുണ്ട്. സോളാർ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തു വരുന്ന കലണ്ടറാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ മാത്രമല്ല, ഇതിനെ സുന്നികളും ഷിയാക്കളും എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് രൂപങ്ങളാണ്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായിട്ട് ഈ മുഹറം മാസം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഷിയാക്കൾക്കും സുന്നികൾക്കും ട്രഡീഷണൽ സുന്നികൾക്കും വളരെ പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന ഒരു മാസം കൂടിയാണ്. അസ്സലാമു അലൈക്കും. യജു തൻസീലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മുഹമ്മദ് സ്വാദിഖാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഹിജ്റ കലണ്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ഇസ്ലാമിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം പോലെ, അല്ലെങ്കിൽ തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഫതഹ് മക്ക ദിവസം പോലെ, അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഹിജ്റ വർഷം ആചരിക്കാൻ വേണ്ടി ആദ്യത്തെ ഹിജ്റ വർഷമായി കണക്കാക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ മക്കയിൽ നിന്നും റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ വർഷം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ കലണ്ടറിൻ്റെ അടിസ്ഥാനമായി ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് കൂടി ഈ ഹിജ്റ വർഷത്തെ ഈ കലണ്ടറിൻ്റെ ഇസ്ലാമിക കലണ്ടറിൻ്റെ അടിസ്ഥാനമായി കണക്കാക്കാൻ കാരണം? ഹിജ്റ എന്നുള്ള വാക്ക് നമുക്ക് അറിയാവുന്ന പോലെ മൈഗ്രേഷൻ എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തിലേക്ക് സഞ്ചരിക്കുക എന്നതാണ് ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കോമ്രേഡ്സും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ വർഷം മുതലാണ് ഈ ഹിജ്റ എന്നറിയപ്പെടുന്നത്. AD 622 അത് നടന്നത്. അതുപോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു സാധനമാണ് ഇസ്ലാമിക് എംപയർ, അല്ലെങ്കിൽ എന്താ പറയുക ഇസ്ലാമിക് കാലിഫേറ്റ് എന്നുള്ള സംഭവം ഉണ്ടാക്കുന്നത് ഇതോടുകൂടിയാണ്. മദീനയിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സാധനം ഉണ്ടാകുന്നത്. പിന്നെ ഒരു പുതിയ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ സംഭവം അവിടെ ഉണ്ടായി വരികയാണ്. മദീനയിൽ മുസ്ലിങ്ങളായിട്ടുള്ള ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി മക്കയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നീട് വർഷങ്ങളിൽ വന്നിട്ടുള്ള ഇത് നമുക്കറിയാവുന്ന പോലെ ഉമറുല്ലാൻ്റെ കാലഘട്ടത്തിലാണ് ഇത് എന്താ പറയുക പ്രാബല്യത്തിൽ വരുന്നത്. 649 വർഷമാണ് പ്രാബല്യത്തിൽ വരുന്നത്. പിന്നീട് നമ്മൾ നോക്കിയാൽ മുസ്ലിം ലാൻഡുകൾ, ഇസ്ലാമിക് ലാൻഡുകളായാലും ഇസ്ലാമിക്കേറ്റ് ലാൻഡുകളായാലും ഇത് വളരെ വ്യാപകമായിട്ട് ഉപയോഗപ്പെട്ടിട്ടുണ്ട്. അത് ഈവൻ നമ്മൾ ഒരു ഇസ്ലാമിൻ്റെ ഒരു ഭരണകൂടം ഇല്ലാത്ത മലബാറിലായാലും, അല്ലെങ്കിൽ എന്താ പറയുക ഇസ്ലാമിക് ലാൻഡുകളായിട്ട് ഇറാഖ്, ഇറാൻ, മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, ഇവിടെയൊക്കെ നോക്കിയാൽ ഇത്തരത്തിലുള്ള ഹിജ്റ കലണ്ടറുകളുടെ ഉപയോഗം വളരെ പ്രധാനമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ തരത്തിലും എന്താ പറയുക ഉപയോഗപ്പെടുത്തുകയും വീണ്ടും ഇന്നും ഉപയോഗപ്പെടുത്തുന്ന ഒരു കലണ്ടറായിട്ടാണ് നിലനിൽക്കുന്നത്. പിന്നീട് ഇതെന്താ പറയുക നമുക്കറിയാവുന്ന പല പുരാണ രേഖകളിലും, അതായത് ക്രിസ്ത്യൻ രേഖകളിൽ വരെ ഹിജ്റ വർഷങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇത് വ്യവസ്ഥാപിതമായും കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭരണകാലത്ത് കൊണ്ടുവരുന്ന സമയത്ത് പ്രധാനമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്തായിരിക്കും ഈ ഒരു ഹിജ്റയെ തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമായിട്ടുള്ളത്? ഓരോ ഭരണകൂടങ്ങളും അത് ക്രിസ്ത്യാനിറ്റി ആയാലും അല്ലെങ്കിൽ മുസ്ലിംസ് ആയാലും ഇവിടെ കേരളത്തിലായാലും കൊല്ലവർഷം എന്ന് പറഞ്ഞ ഒരു രീതി ഉണ്ടാവും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം അവരുടേതായിട്ടുള്ള സിവിലൈസേഷനാണ് അവർ നെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള കലണ്ടറാണ് അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ടും. ഇപ്പോൾ ജൂതന്മാർക്കുള്ള ഒരു സിസ്റ്റം ഉണ്ട്, അവരുടേതായ മാസങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക ചില റീജിയണൽ വൈസ് ഒരു സാധനമുണ്ട്. ഇപ്പോൾ മലയാളത്തിൽ പറയണമെങ്കിൽ കൊല്ലവർഷം, തമ്മിൻ്റേതായിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം പക്ഷേ ഇപ്പം ഇസ്ലാമിക്കായിട്ട് ഭരിച്ചിരുന്ന മുഗളന്മാരായാലും അല്ലെങ്കിൽ എന്താ പറയുക ഗസ്നികളായാലും ഇവരൊക്കെ ഹിജ്റ വർഷങ്ങളായിരുന്നു തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് എനിക്ക് തോന്നുന്നു അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരുപാട് കത്തുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അബൂ മുസൽ അശ്ശരി റളിയല്ലാഹു അൻഹു പരാതിപ്പെടുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട്. ഇങ്ങനെ ഒരുപാട് കത്തുകൾ വരുമ്പോൾ ഇതിൻ്റെ ഡേറ്റ് അറിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഏത് വർഷത്തിലാണ് ഇത് അയച്ചതെന്ന് അറിയാൻ പറ്റുന്നില്ല, അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റണില്ല പറയുന്നുണ്ട്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു ഇതിലേക്ക് വന്നതെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ പിന്നീട് ഡേറ്റ് അങ്ങനെ ഒരു വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് സ്വഹാബാക്കളുമായി ചർച്ച ചെയ്ത് ഇങ്ങനെ ഹിജ്റ വർഷം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇസ്ലാമിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ള കലണ്ടർ പോലെ തന്നെ
ഒരുപാട് മാസങ്ങളുണ്ട്. അപ്പോൾ ഈ പവിത്രമായ മാസമാണ് മുഹറം. മുഹറത്തിൻ്റെ ഒരുപാട് കഥകളും ചരിത്രങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇസ്ലാമിക കലണ്ടറിലെ ആദ്യത്തെ മാസമായിട്ട് ഈ മുഹറം മാസം തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അത് നമുക്കറിയാവുന്ന പോലെ പ്രീ ഇസ്ലാമിക് ഇറകളിൽ അറബികൾ ഉപയോഗിച്ചിരുന്ന കലണ്ടറായിരുന്നു ഈ മുഹറം, സഫർ, റബീഉൽ അവ്വൽ എന്ന് പറയപ്പെടുമ്പോൾ ഈ അറബി കലണ്ടർ. അതായത് ഈ പ്രീ ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഇസ്ലാമിൻ്റെ പറയപ്പെടുന്ന ജാഹിലിയ കാലമാണ് പ്രീ ഇസ്ലാമിക് കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലും ഇത്തരത്തിലൊരു കലണ്ടർ എന്താണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് പ്രീ ഇസ്ലാമിക് ഉപയോഗിച്ചത് കൊണ്ടാണ് മുഹറം ഫസ്റ്റ് ആയതെന്ന് പോകും. പിന്നെ മറ്റൊരു കാരണവശായിട്ട് പറയുന്നത് ഇത് ഹജ്ജ് കഴിഞ്ഞ ഉടനെയുള്ള മാസമാണ്. പിന്നെ പ്രധാനമായിട്ടും ബന്ധപ്പെട്ട എന്താ വെച്ചാൽ ഈ മുഹറത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇസ്ലാമികപരമായിട്ട് കാര്യങ്ങൾ. പ്രീ ഇസ്ലാമിക് എറയിലുള്ള പ്രവാചകന്മാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. മുഹറമുൽ ഹറാം എന്നാണ് സാധാരണ പറയുക. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട, അതായത് ഇസ്ലാമിക് ആയിട്ട് ഭരണകൂടങ്ങൾ ഒരിക്കലും യുദ്ധം ചെയ്യരുതെന്ന് പ്രസ്താവിക്കപ്പെടുന്ന 4 മാസം പെട്ട ഒരു കാരണം. ഇത് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ തന്നെ മുഹറമുൽ ഹറാം എന്നാണ് രേഖപ്പെടുത്താറുള്ളത്. അപ്പം ആ മാസം അത്രത്തോളം എന്താ പറയുക, അവിടെ വ്യത്യസ്തമായ ശാസ്ത്രമായ മാസമാണ്. കുറേ നോമ്പ് കാര്യങ്ങളുള്ള മാസമാണ് ആശുറാ, താസുആന് പോലെ. പിന്നെ കുറേ പ്രവാചകന്മാർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററികളുള്ള മൂസ നബി, യൂസുഫ് നബി, ഇബ്രാഹിം നബി, ഇവരൊക്കെയുമായി ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങളുള്ള മാസമാണ് എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഇതിനെ സുന്നികളും ഷിയാക്കളും എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് രൂപങ്ങളാണ്. ഷിയാക്കൾക്കും സുന്നികൾക്കും, ട്രഡീഷണൽ സുന്നികൾക്കും വളരെ പ്രിയപ്പെട്ടതായിട്ട് കാണുന്ന ഒരു മാസം കൂടിയാണ്. കാരണം ഹസൻ ഹുസൈൻ റളിയല്ലാഹുവുമായി ബന്ധപ്പെട്ട റിലേറ്റീവായിട്ടുള്ള യസീദിൻ്റെ ആ സംഭവം നടക്കുന്ന ഒരു മാസമാണ് ഈ മുഹറം മാസം എന്ന് പറയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം മുൻകാല പ്രവാചകന്മാരും അതുപോലെ തന്നെ പ്രവാചകനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുള്ള ദിവസമാണ്. യൂനിസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരു മാസമാണ്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ട മാസമാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ മാസത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളാണ് ഈ മുഹറം തിരഞ്ഞെടുക്കാൻ, ഹിജ്റ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുഹറം ആദ്യത്തെ മാസമാക്കി തിരഞ്ഞെടുക്കാൻ കാരണമായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പോലെ, എക്വിക്കറി കലണ്ടർ പോലെ അത്തരത്തിൽ ഒരുപാട് കലണ്ടറുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇസ്ലാമിക അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഹിജ്റ വർഷത്തെ പിന്തുടരൽ അല്ലെങ്കിൽ ഹിജ്റി കലണ്ടറിന് പിന്തുടരൽ നിർബന്ധമാണോ? മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിജ്റി കലണ്ടറിനെ പിന്തുടരുന്നത് അവരുടെ തബറുക്കിയായിട്ടുള്ള ദിവസങ്ങൾ, മാസങ്ങൾ, അതുപോലെ ദിനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നഹ്സ് ദിവസങ്ങളുണ്ട്. നഹ്സ് ദിവസങ്ങൾ കണ്ടെത്താൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ കാലങ്ങളിലും എല്ലാ ലാൻഡുകളും താമസിക്കുന്ന മുസ്ലിങ്ങൾ ഉപയോഗിച്ചതാണ്. പക്ഷേ പ്രത്യേകിച്ച് ഹിജ്റ കലണ്ടർ ചില എന്താ പറയുക, ഇപ്പം അഗ്രികൾച്ചർ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിൽ ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ അതിന് ഒരു നേരായിട്ടുള്ള ആൻസർ പറയാൻ കഴിയൂല. കാരണം ലാൻഡുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമാകുന്ന കാരണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് റീജിയണൽ കലണ്ടറുകളും റീജിയണൽ ഇയറുകളും പ്രത്യേകമായിട്ടുള്ളത്. ഇപ്പം അതിനോട് പഠനങ്ങൾ പ്രകാരമൊക്കെ അതിനോട് ഈ അഗ്രികൾച്ചറിനോടൊക്കെ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന കലണ്ടറുകൾ എന്ന് പറഞ്ഞാൽ ഹിബ്രു കലണ്ടറുകളാണ്. അതായത് ജൂതന്മാർ ഉപയോഗിക്കുന്ന കലണ്ടർ, അത് അവരുടെ കൃഷി മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ ഏറ്റവും ഫലപ്രദമായ കാര്യങ്ങളാണ്. ഈ മുസ്ലിംസിനെ സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ കലണ്ടറുകൾ ചിലയിടത്ത് അവരെന്താ പറയുക, മീൻസ് തിരുത്തലുകൾ വരുത്തിക്കാണ്ട് പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷെ അത് കേരള കോണ്ടസ്റ്റിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഹിജ്റ കലണ്ടർ എന്താ പറയുക പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഉപയോഗിക്കുന്നത്, തബറക്കിയായിട്ട് കാര്യങ്ങൾ. പക്ഷെ പറയുകയാണെങ്കിലും നമുക്ക് അറിയാവുന്നത് പോലെ ഗ്രിഗറി, അതായത് ലൂണാർ സിസ്റ്റം, അതായത് മൂണിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കലണ്ടറാണോ ബെറ്റർ, അല്ലെങ്കിൽ സോളാർ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന കലണ്ടറാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ അത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ആക്ടിവിറ്റികളുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതിന് മിക്സ് ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കുറെ റീജിയണൽ കലണ്ടറുകൾ എന്ന രൂപത്തിലൊക്കെ വരുന്നത്.
അതിൽ ബെറ്റർ ഏതാണെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അങ്ങനത്തെ ഒരു പ്രശ്നം അതിനുണ്ട്. പ്രധാനമായിട്ടും മൂൺ ഡിപ്പെൻഡന്റ് ആയത് എന്നുള്ളത് കൊണ്ട് അത് വളരെ നെഗറ്റീവ് ആവുകയോ സോളാർ ആയതുകൊണ്ട് അത് വളരെ പോസിറ്റീവ് ആവുകയോ എന്നുള്ളൊരു കാര്യം ഇവിടെ നടക്കുന്നില്ല. പക്ഷെ ഇതൊരു തരത്തിൽ എന്താ പറയാ, എപ്പോ നമ്മളിപ്പോ ഐഫോണിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഐഫോൺ പറയുന്ന അറബി മാസം ഒരിക്കലും ശരിയാവാറില്ല. അറബി മാസത്തിന്റെ ഡേറ്റ് അതിന് പ്രധാന കാരണം ഇത് മൂൺ ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ്. ചിലപ്പം ചില റീജിയനുകളിൽ അത് വ്യത്യസ്തമായി വരും ഡേറ്റുകൾ തമ്മിൽ. ഇപ്പം നമ്മൾ പറയപ്പെടുന്നത് പോലെ തന്നെ പെരുന്നാള് ഗൾഫിൽ നാളെയാണെങ്കിൽ ചിലപ്പോൾ ഇന്ന് നാട്ടിലായിരിക്കും. അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എന്താ പറയുക മൂൺ സിസ്റ്റം ആയതുകൊണ്ട്, ലൂണർ സിസ്റ്റം ആയതുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ ഹിജ്റ വർഷവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ, അതെന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതായി മാറിയത്, പിന്നെ അതുകൊണ്ട് തന്നെ മുഹറം മാസം എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതായി മാറിയത്, പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് എന്തിനൊക്കെയാണ് തങ്ങൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്ത നമ്മളോട് സംവദിച്ച മുഹമ്മദ് സ്വാദിഖിനോട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.